ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൻ മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു 2 kg വെയിറ്റ് വരുന്നൊരു ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് അവർ പറഞ്ഞതാണ് കേട്ടോ. ഈ ഒരു കേക്ക് 2 kg റെസിപ്പിയൊക്കെ ബട്ടർ സ്കോച്ച് ആണ്. പുറമേ ഈ ഒരു ഡിസൈന് കളേഴ്സും അവർ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ മേലെ ചോക്ലേറ്റ് ഗണാഷും ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷനും ചെയ്തിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേക്കിംഗ് ചെയ്യാം. ആദ്യം തന്നെ 250 ml 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മൈദ ഒക്കെ എടുക്കുമ്പോൾ കോരി എടുക്കുമ്പോൾ മേലെ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ, അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. മേലെ പൊങ്ങി നിൽക്കരുത്, അപ്പോഴാ കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇതുപോലെ ഫ്ലോർ എടുക്കുക, 2 കപ്പ് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ച് വെക്കുക. മിക്സ് ചെയ്തിട്ട് അരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ആ ബേക്കിംഗ് പൗഡറും സോൾട്ടും അതുപോലെ തന്നെ ഫ്ലോറും കൂടിയിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 kgക്ക് 4 എഗ്ഗ് വെച്ചിട്ടുള്ള റെസിപ്പി ഇല്ല, സെയിം തന്നെയാണ് എടുക്കുന്നത്. അത് ഡബിൾ ക്വാണ്ടിറ്റി ആണെന്ന് മാത്രം. അപ്പോൾ 8 എഗ്ഗ് എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം. അത്യാവശ്യം നല്ല സൈസുള്ള എഗ്ഗ് തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 8 എണ്ണം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസെൻസും ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോർ എടുത്തില്ലേ, ആ സെയിം കപ്പിൽ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക. ആ കറക്റ്റ് അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാതെ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് എടുക്കുക, എന്നിട്ട് പൊടിക്കുക കേട്ടോ. ചിലർ പഞ്ചസാര എടുത്തിട്ടായിരിക്കില്ലേ പൊടിക്കുക. ഞാനെപ്പോഴും എനിക്ക് കേക്കിന് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെഷർമെൻറ്റ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൊടിക്കാതെ പിന്നെ എടുത്ത് പിന്നെ പൊടിക്കണവരുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 കപ്പ് എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ, സാധാരണ നമ്മൾ 1 kg ചെയ്യുമ്പോഴതിനേക്കാളും കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും നമ്മൾ 2 kgയുടെ ബാറ്റർ റെഡിയാക്കുമ്പോൾ. അതായത് ബീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും. സ്റ്റാൻഡ് മിക്സർ ആണെങ്കിൽ പെട്ടെന്നാവും. ഹാൻഡ് ബീറ്റിൽ ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ്, സെയിം ക്വാണ്ടിറ്റി തന്നെ 1/4 കപ്പ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ആവരുത് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ എപ്പോഴും നല്ലത് ഫോൾഡ് ചെയ്യണമാണ്. അപ്പോൾ ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യുക സ്പാച്ചില വെച്ചിട്ട്. സ്റ്റാൻഡ് മിക്സറിൽ ഇതുകൊണ്ട് മിക്സ് ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ പാലും അതുപോലെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയും കുറേശ്ശെ ആയിട്ട് എപ്പോഴും ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫൈനൽ മിക്സിങ് പോലെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൈഡിലിരിക്കുന്ന പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവും. ഇനി നമ്മൾ അത് ബേക്ക് ചെയ്യുന്നത് 10 ഇഞ്ചിൻ്റെ റൗണ്ട് പാനിലാണ് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോയതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കുക. എൻ്റെ ഓവൻ മോർഫി ചാർട്സിൻ്റെ ആണ്. അപ്പോൾ ഞാനത് എൻ്റെ ഫംഗ്ഷനൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് കറക്റ്റ് ഇത് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ്. അത് കറക്റ്റ് 3 ലെയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 3 ലെയർ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ 1 kg ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കാരമൽ സോസ് ഉണ്ടാക്കുന്നതും പ്രലൈൻസ് ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ അത് കുറേ പേര് ഫോളോ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അത് നോക്കാം കേട്ടോ, ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ കാരമൽ സോസും നട്ട്സും കൂടിയിട്ട് പ്രലൈൻസ് ഞാൻ ലെയറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാൻ കിട്ടും. ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പും അതുപോലെ തന്നെ ക്രഷൊക്കെ കിട്ടും. പിന്നെ നമ്മളെ ബട്ടർ സ്കോച്ചിൻ്റെ ബോൾസും നമുക്ക് പ്രലൈൻസിന് പകരം യൂസ് ചെയ്യാനായിട്ട് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹോം മെയ്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലെയർ വെച്ച് കൊടുക്കുക. അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീം വെച്ചിട്ട് ക്രം കോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ആദ്യം തന്നെ കേക്കിൻ്റെ ആ തരികളൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട് ക്രം കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രം കോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫൈനൽ കവറിങ് കൊടുക്കാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ തരികളൊന്നും പുറത്തേക്ക് ആവില്ല, നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ബിഗിനേഴ്സൊക്കെ അങ്ങനെ ചെയ്യുക. പിന്നെ അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഫൈനൽ കവറിങ് കൊടുക്കുക. അപ്പോൾ ടോപ്പ് ഒന്ന് കറക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ സൈഡിലേക്ക് കൊടുക്കുക. പിന്നെ മേലെ നമ്മൾ ഗണാശ കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഒരുപാട് ഫിനിഷിങ് ചെയ്യണമെന്നില്ല, സൈഡ് നല്ല നീറ്റായിട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പിൽ ക്രീം കവർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സൈഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡിലും അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് സ്ക്രൈപ്പർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡ്രിപ്പ് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് സൈഡ് കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കേക്കിന് എടുത്തിട്ടുള്ള ബേസ് 12 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ കേക്ക് 10 ഇഞ്ചിൻ്റെ പാനലല്ലേ ചെയ്തത്. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ എപ്പോഴും നിങ്ങൾ കേക്കിൻ്റെ ബേസ് എടുക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു സ്പേസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായൊരു ഷേപ്പ് കറക്റ്റ് ആയാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഗണാഷാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ഷേപ്പ് നോക്കിയിട്ട് പിന്നെ സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. സൈഡ് സ്ക്രൈപ്പർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗണാശ ഒഴിക്കുന്നില്ലേ മേലെ, അപ്പോൾ നന്നായിട്ട് കേക്ക് തണുപ്പിക്കണം. ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും വെച്ചൊന്ന് സെറ്റായതിന് ശേഷം വേണം നമ്മൾ ഗണാശ കൊടുക്കാൻ. അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേക്കിൻ്റെ ബേസ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും, പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്, ഇത്രയും ചെയ്തതിന് ശേഷം നന്നായിട്ട് നീറ്റായിട്ട് കേക്ക് ഫിനിഷ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് തുടച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി ഗണാശ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുക്കേണ്ടത്. അതിൽ കളർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ സെറ്റാക്കാൻ വെക്കുക. അതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി ഇരിക്കട്ടെ. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വേണം കേക്കിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 1:2 ആണ് ഈ ഒരു ക്വാണ്ടിറ്റി. ക്രീമിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചോക്ലേറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് കിട്ടും. കുറച്ച് സമയം നന്നായി ചൂടൊക്കെ ആറി വരുമ്പോൾ തിക്കായി കിട്ടും. തിക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഗണാശ സെറ്റായതിന് ശേഷം നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജെൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ലെമൺ യെല്ലോ ആണ് ആഡ് ചെയ്ത് കൊടുത്തത്, ഷെഫ് മാസ്റ്ററിൻ്റെ. ഇനി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് മിൽക്ക് ടച്ച് ആവരുത് കേട്ടോ. ആ ഒരു ഗണാശയമിൽ തന്നെ പാലറ്റ് നൈഫ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ 1:2 ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒഴുകി പോകില്ല. പിന്നെ കേക്കിന് തണുപ്പ് വേണം, അപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ സെറ്റായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വേണം ഡ്രിപ്പ് കൊടുക്കാൻ. എന്നാലേ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ സൈഡിൽ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗണാശ ടൈറ്റായിട്ട് തോന്നുകയാണ്, ഇതുപോലെ ഒഴുകി വീണില്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതിയിട്ട് പൈപ്പിംഗ് ബാഗ്. അപ്പോൾ കറക്റ്റ് നമുക്കിങ്ങനെ ഡ്രിപ്പ് ചെയ്തെടുക്കാനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ എത്ര ടൈമാണ് കേക്ക് സെറ്റ് ചെയ്യണേ, ഒരു 4-5 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റായാലും കുഴപ്പമില്ല. എന്നാലും ഓവർനൈറ്റൊക്കെ സെറ്റ് ആവുന്നതാണ് നല്ലത്, ഞാൻ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ സെറ്റായതിന് ശേഷം ചോക്ലേറ്റ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ ചോക്ലേറ്റ് കളർ ആഡ് ചെയ്യുന്ന വീഡിയോയിൽ ചെയ്തിട്ടില്ലേ, ആ സെയിം ചോക്ലേറ്റ്സ് തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളടുത്ത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ വെച്ചിട്ടാണ് സെയിം തന്നെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ബാറും അതുപോലെ തന്നെ പിന്നെ ഹാർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ ഒരു സിക്കിൾസിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചെയ്തിട്ടില്ലേ, ആ സെയിം മോൾഡിൽ വെച്ചിട്ട് തന്നെയാണ് ഹാർട്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 kg ബട്ടർ സ്കോച്ചിൽ ഗണാശ വെച്ചുള്ള ഡിസൈന് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ റേറ്റ് ഇപ്പോൾ 2 kgയുടെ റേറ്റ് പ്ലസ് നമ്മൾ പുറമേ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് അല്ലേ, ഗണാശും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ 250 വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൽ ഫോണ്ടൻ്റ് വെച്ചിട്ട് പേരും അതുപോലെ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.